ആദ്യം പേര് പറയുന്നത് ശരിക്കും എൻ്റെ അച്ഛനാണ്. ഇൻസ്പയർ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഗോഡ് ഫാദറിൽ നമ്മൾ സാറ് എവിടെ വക്കീലേ എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഉണ്ടെന്ന് എനിക്കറിയാം, ഇല്ലാത്തവനെ ഞാൻ പിന്നെ വിളിക്കുമോ. അതന്നെ കുട്ടൻ്റെ ഇൻവോൾവ്മെന്റ് ഭയങ്കരമായിരുന്നു അതിൽ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ക്യാരക്ടർ സ്കെച്ചസ് കുട്ടൻ്റെ ഓരോ സമയം നമ്മളോട് ഈ വായിച്ചതിന് ശേഷം കുട്ടന് എങ്ങനെയാണ് അപ്പിയറൻസ് എന്നുള്ള ഭയങ്കര ആകാംക്ഷയായിരുന്നു. ഈ സീൻ ആദ്യം എഴുതിയപ്പോൾ അമൃതലാൽ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ സീൻ ആദ്യം എഴുതിയപ്പോൾ ഹിന്ദിയിലായിരുന്നു. അമൃതലാൽ ഒരു ഹിന്ദിക്കാരനായിരുന്നു. ഈ ഇന്റർപ്രിട്ടേഷൻസിന് സ്പേസ് കൊടുത്തിട്ട് അവസാനിപ്പിക്കുന്ന ഏത് തരം വാക്കുകളും പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ വിജയരാഘവൻ സാർ ഇപ്പോൾ ഇതിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഇപ്പോൾ ആദ്യം മനസ്സിൽ വന്ന ക്യാരക്ടറാണ്. ഞാൻ ഇവിടെ വായിക്കുകയും കേൾക്കുകയും ചെയ്തു. എൻ പിള്ള സാറിനെയാണ് മനസ്സിൽ വന്നത് ആ ഒരു സമയത്ത്. ഇപ്പോൾ വിജയരാഘവൻ സാറാണ് പെർഫെക്റ്റ് എന്നുള്ളത് നിങ്ങളിൽ ആരുടെ ഡിസിഷൻ ആയിരുന്നു? ഡയറക്ടറാണോ റൈറ്ററാണോ ആദ്യം വിജയരാഘവൻ സാറിന്റെ പേര് പറയുന്നതും? ആദ്യം പേര് പറയുന്നത് ശരിക്കും എൻ്റെ അച്ഛനാണ്. അച്ഛനാണ് വിജയരാഘവൻ ചേട്ടൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും, അങ്ങനെ വായിക്കുമ്പോൾ അങ്ങനെ തോന്നും. പക്ഷെ അച്ഛനെ അറിയില്ലായിരുന്നു ഞാൻ ഈ എൻ പിള്ള സാറിൻ്റെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ എഴുതിയേക്കണം എന്നുള്ള കാര്യമൊന്നും ആർക്കും അറിയില്ലായിരുന്നു. അച്ഛനോടൊന്നും പറഞ്ഞു. ചെന്നിട്ട് സ്റ്റിൽ അത് വായിച്ചപ്പോൾ അച്ഛനാദ്യം പറയാൻ തോന്നി പേരതായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും കാഷ്വൽ ഡിസ്കഷൻ്റെ ഇടയിൽ ഇങ്ങനെ അച്ഛനെ വായിച്ചപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ തോന്നി. ചേട്ടൻ പറഞ്ഞാൽ അത് കറക്റ്റായിരിക്കും, എന്തായാലും നമുക്ക് ഗ്യാരണ്ടീഡ് ഓപ്ഷനാണ്, നമുക്ക് ഈ പറഞ്ഞ ധൈര്യമായിട്ട് അത് തന്നെ. അല്ലാതെ നമ്മുടെ കയ്യിൽ ഒതുങ്ങൂല. ഇത് അത്രയും എക്സ്പീരിയൻസ്ഡ് ആൻഡ് കമാൻഡ് ഉള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഉറപ്പായിട്ടും വേണം. അല്ലാതെ നമുക്കിത് ഏറ്റവും സൈഡ് മോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൂടെ കൊണ്ട് എന്തുകൊണ്ടും എല്ലാം കറക്റ്റായിരിക്കും തോന്നി. സിനിമയിൽ തന്നെ ഒരു ഭാഗത്ത് 500 അല്ല, പല ഡയലോഗ്സ് എഴുതുമ്പോൾ പോലും ലിറ്ററലി ആ ക്വാളിറ്റി വന്നിട്ടൊന്നും ഉണ്ടാവില്ല. അതല്ല, ബട്ട് ഇൻസ്പിറേഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഞാൻ 1-2 സ്ഥലത്ത് പറഞ്ഞു. ആ ഡൈനിങ് റൂമിൽ ഇരിക്കുമ്പോൾ കോണിപ്പടി ഇറങ്ങി വന്നിട്ട് നീ ആശാരിയെ വിളിച്ചിരുന്നു. വിളിച്ചിരുന്നു വെച്ചാൽ വിളിയും പറച്ചിൽ മാത്രം പോരാ, കാര്യം നടക്കണം, അവരോട് ചുണ്ടമ്പള്ളം എന്നുള്ള പണി. ആ ഡയലോഗിന്റെ ഒരു സിൻടാക്സിലേക്ക് ഇൻസ്പയർ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഗോഡ് ഫാദറിൽ നമ്മൾ സാറ് എവിടെ വക്കീലേ എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ വരും. ഉണ്ടെന്ന് എനിക്കറിയാം, ഇല്ലാത്തവനെ ഞാൻ പിന്നെ വിളിക്കുമോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കൗണ്ടറുകളൊക്കെ അടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ പലയിടത്തും ഹോസ്പിറ്റലിൽ പോയിട്ട് സ്ത്രീയെടുത്ത് സംസാരിക്കുന്നതിനൊക്കെ ആ ഒരു തർക്കുത്തരം ലൈൻ ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു അത്? ഒരു ഹോൾ പ്രോസസ് ഈ ക്യാരക്ടറിനെ ഒരു ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ വർക്കിംഗ്? അതന്നെ, ഇത് മെയിനായിട്ട് സ്റ്റാർട്ടിങ് ടൈമിലാണ് നമുക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് പെടുന്നത്. എന്താ പറഞ്ഞാൽ ഇതിങ്ങനെയാണ് അപ്പുപിള്ള നമ്മൾ ഇത്രയും ദിവസം വായിച്ചിട്ടുള്ള അപ്പുപിള്ളയും നമ്മൾ മനസ്സിലൊരു അപ്പുപിള്ളയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുട്ടേട്ടൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഡയറക്ടർ എടുക്കാൻ നമ്മൾ ഈ സാധനം ഫസ്റ്റ് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് ആ മീറ്റിൽ വരുന്നുണ്ടോ എന്നുള്ള ഒരു ടെൻഷനാണ്. എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പാളിച്ച പറ്റിയാൽ തന്നെ നമുക്ക് പറഞ്ഞാലിങ്ങനെ എന്താ പറയുക, അതിങ്ങനെ കുട്ടേട്ടനെ ഉൾക്കൊള്ളൂ, അങ്ങനത്തെ എല്ലാം ഉള്ള ടെൻഷനായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഡേ തന്നെ കുട്ടേട്ടൻ ചെയ്ത് വന്നപ്പം തന്നെ നമുക്ക് മനസ്സിലായി, ഓക്കെ കുട്ടേട്ടൻ മീറ്റിൽ വരുന്നുണ്ട്. അത് പിന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രം നമ്മൾ ഓക്കെ കുട്ടേട്ടൻ ഇത്രയും വേണ്ട, ഇങ്ങനെ എഴുന്നേൽക്കുന്ന കുറച്ചും കൂടി ഇത്, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഉള്ളത് ഒരു 3-4 ഡേയ്സിൽ കുട്ടേട്ടൻ കറക്റ്റായിട്ട് അപ്പുപിള്ളയായിട്ട് മാറിയെന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം വലിയ ടെൻഷൻ ഉണ്ടായില്ല. പക്ഷെ പല ഏരിയാസിലും നമ്മൾ പിടിക്കേണ്ട സാധനങ്ങളുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് കുട്ടേട്ടൻ അത് ഓക്കെ ആണ്, അത് നമുക്ക് കുട്ടേട്ടൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. നമ്മളെന്ത് പറയുമ്പോൾ ആദ്യം ചില സമയം അയാൾക്ക് കുട്ടേട്ടന് അത് ഇല്ലടാ അതെന്തിനാന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ടുണ്ടാവും. പക്ഷെ അത് നമ്മൾ കൺവിൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടേട്ടൻ ഓക്കെയാ, ഓക്കെ നോക്കേടോ ശരി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള സീൻസ് ആയിരുന്നു. പിന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ പല കാലഘട്ടങ്ങളിലൂടെ പോകുന്നുണ്ടല്ലോ സിനിമ. പല അപ്പിയറൻസിൽ വരുന്നുണ്ട്, പഴയ ഫിസിക്കാലിറ്റിയും പല കണ്ടീഷൻസിലൂടെയാണ് അദ്ദേഹം പോകുന്നത്. അതും ഈ ലുക്കും ഒക്കെ എങ്ങനെയാണ്, അതിലേക്കുള്ളൊരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? അതന്നെ, അത് മെയിനായിട്ട് നമ്മൾ അതന്നെ കുട്ടൻ്റെ ഇൻവോൾവ്മെന്റ് ഭയങ്കരമായിരുന്നു അതിൽ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ക്യാരക്ടർ സ്കെച്ചസ് കുട്ടൻ്റെ ഓരോ സമയം നമ്മളോട് ഈ വായിച്ചതിന് ശേഷം കുട്ടന് എങ്ങനെയാണ് അപ്പിയറൻസ് എന്നുള്ള ഭയങ്കര ആകാംക്ഷയായിരുന്നു. അപ്പോൾ എന്നോട് ഓരോ സമയത്ത് വിളിച്ച് ചോദിക്കും, എടാ സ്കെച്ചായോ, എന്താണ്? ആക്ച്വലി ആ സമയത്തൊന്നും സ്കെച്ചൊന്നും ആയിട്ടില്ല. ഞാൻ പറയും ഇപ്പോൾ കുട്ടിയുടെ ഒരാഴ്ചനെ കൊടുത്തരാം. ഇങ്ങനെ പറഞ്ഞു ഒരു ദിവസം എന്നോട് നീ നാളെ അയച്ചോളണം, കുറേ ദിവസമായി
എന്ന് ചോദിക്കുന്നത്. ലാസ്റ്റ് നമ്മളൊരു ഒരു സ്കെച്ചിലാക്കി എൻ്റെ മനസ്സിലുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വെച്ചിട്ട് അയച്ചു. അപ്പോൾ അതിൽ കുറച്ച് മീശയെല്ലാം കുറച്ച് ചെറിയ മീശയുണ്ടായിരുന്നു ഭയങ്കര. അപ്പോൾ കുട്ടിയേട്ടൻ പറഞ്ഞു, എടാ ഇതിനാക്കട്ടെ കുറച്ചും കൂടി മീശ വലുതാക്കണം നമുക്ക്, പക്ഷേ ഇവിടെ നിന്ന് താഴോട്ട് പോകാൻ പാടില്ല, ഇതിൻ്റെ മേലെ ആയിരിക്കണം, ഈ ലിപ്സിൻ്റെ അകന്ന് നിൽക്കാൻ പാടില്ല. അങ്ങനത്തെ കാര്യങ്ങൾ മൂപ്പിൽ ഭയങ്കര മൈന്യൂട്ടായിട്ട് ലൈക്ക് പിരിക എങ്ങനെ വേണം, നമുക്കിങ്ങനെ പിരികാക്കാം. അത് അമ്മിണിപ്പിള്ളയിലും അതേ ഒരു മൂപ്പരെ കുറേ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് ആ കൈയിൻ്റെ കാര്യമെല്ലാം മൂപ്പരെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ കൈ കുറച്ച് സ്വാധീനം ഇല്ലാത്ത കൈയായിരുന്നു. അപ്പോൾ ഒരു ക്യാരക്ടർ ഉണ്ടായി, മനസ്സിലായില്ല. അങ്ങനത്തെ കുറേ കോൺട്രിബ്യൂഷൻ മൂപ്പരെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ അതേപോലെ ഇപ്പോൾ അപർണയാണ് നമ്മളെ ഈ സിനിമയിലൂടെ ഓഡിയൻസിനെ കൊണ്ടുപോകുന്ന ക്യാരക്ടർ. അപ്പോൾ അപർണ തന്നെ വേണം എന്നുള്ളൊരു ഡിസിഷൻ. അപർണയുടെ ഏത് ക്വാളിറ്റിയാണ് നിങ്ങളെ ഈ സിനിമയിലേക്ക് അപർണ കാസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചത്? അതന്നെ സെയിം. ഇത് അപർണ തന്നെയായിരുന്നു പേര് ഇട്ടത്. അപ്പം തന്നെ നമുക്ക് ഒരു അപർണ എന്നുള്ള, അപ്പോൾ കറക്റ്റായിട്ട് അപർണ നമുക്ക് ആ സമയത്ത് കറക്റ്റ് വെയിറ്റ് ഗെയിനുള്ള ചെയ്തിട്ടുള്ള അപർണയാണ്. അപ്പോൾ അതും 30s നിൽക്കുന്ന ഒരു അപർണ. അപ്പോൾ നമ്മളെ കെമിസ്ട്രിയുള്ള അപർണ. പിന്നെ നോക്കുമ്പോൾ നല്ല കോംബോ ആയിരുന്നു എല്ലാ രീതിയിലും. അപ്പം നമ്മളെ സംസാരത്തിൽ തന്നെ വന്നു കുറേ കാലങ്ങളായിട്ട് ഈ കോംബോനെ പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവാം. അപ്പോൾ അതൊരു ബിസിനസ്സിൻ്റെ ഇതും കൂടിയാവാം എന്നുള്ള തോട്ട് വന്നു. തന്നെ അപർണയോട് സംസാരിച്ചപ്പോൾ അപർണ ഓക്കെ ആയിരുന്നു, എല്ലാ രീതിയിലും ഹാപ്പി. അതും വളരെ പാളിപ്പോകാവുന്ന റോളും കൂടിയാണ്, തന്നെയാണല്ലോ നമ്മളെ കൊണ്ടുപോകുന്നത്. അതും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ക്യാരക്ടറല്ലേ ഈ ഓഡിയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ കൊണ്ടുപോകുക എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഓരോ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സും വളരെ രസകരമായിട്ട് നിങ്ങൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും ക്യാരക്ടേഴ്സിന് പ്രോപ്പർ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയത് നിഴൽകൾ രവിയുടെ ഒരു കാസ്റ്റിംഗ് ആണ്. കാരണം അദ്ദേഹം മലയാളത്തിൽ വളരെ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ. നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കാസ്റ്റിംഗ് എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ചോയ്സ് ആയിട്ട് വരാത്ത ഒരാളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു പോയിന്റിലാണ് വരുന്നത്. അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്യാം, അദ്ദേഹം തന്നെ വേണം എന്നുള്ളൊരു തോട്ട് എപ്പോഴാണ് വന്നത്? ഈ സീൻ ആദ്യം എഴുതിയപ്പോൾ അമൃതലാൽ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ സീൻ ആദ്യം എഴുതിയപ്പോൾ ഹിന്ദിയിലായിരുന്നു. അമൃതലാൽ ഒരു ഹിന്ദിക്കാരനായിരുന്നു. അപ്പോൾ ഹിന്ദി വെച്ചിട്ടാണ് നമ്മൾ നരേറ്റ് ചെയ്യുമ്പോഴൊക്കെ കുട്ടേട്ടൻ്റെ അടുത്തൊക്കെ അങ്ങനെ നരേറ്റ് ചെയ്തത്. അപ്പോൾ കുട്ടേട്ടൻ പറഞ്ഞു സീൻ നല്ല സീനാണ്, ആ എന്നുള്ളത് മാറിയിട്ട് തമിഴാക്കി കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് എളുപ്പത്തിൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവും ആകുന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അതിനെ അങ്ങനെയാണ് നമ്മൾ ഹിന്ദിക്കാരനെ തമിഴാക്കാൻ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മറ്റേ പ്രകാശ് ബൽവാടി എന്ന് പറഞ്ഞ ആക്ടറിനെയൊക്കെ കാസ്റ്റ് ചെയ്തിട്ട് ടേക്ക് ഓഫിലൊക്കെ ഉണ്ടായിരുന്ന കക്ഷി. അപ്പോൾ പുള്ളിയുടെ വെച്ചിട്ട് ഉള്ള രീതിയിൽ തന്നെയായിരുന്നു അത് എഴുതുമ്പോൾ തന്നെ. എനിക്ക് പ്രകാശ് ബൽവാടീനെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അത് എഴുതുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് തമിഴാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ തമിഴാക്കാൻ തീരുമാനിച്ചാൽ ആര് എന്നുള്ളത്. അപ്പോൾ സ്ഥിരമായിട്ട് ഇത്തരം ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സിന് വേണ്ടി നമ്മൾ മലയാളത്തിൽ ഉപയോഗപ്പെടുത്തി വരുന്ന സീനിയർ തമിഴ് ആക്ടേഴ്സ് ഉണ്ട്, പേര് പറയുന്നില്ല. അപ്പോൾ ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള അടിപൊളി ആൾക്കാരാണ്. പക്ഷെ അപ്പോൾ അത് പറഞ്ഞൊരു അഗെയിൻ അതൊരു സ്റ്റീരിയോടിപ്പിക്കൽ കാസ്റ്റിംഗ് ആകുമെന്ന് തോന്നിയോണ്ട് അതല്ലാതെ വേറെ എന്തെങ്കിലും വേണമെന്ന് തോന്നി. അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് യാദൃശ്യമായി യൂട്യൂബിൽ നായകൻ്റെയോ തമിഴ് നായകനാണെന്ന് തോന്നുന്നു, അതിൽ കമൽ സാറിന്റെ മകനായിട്ട് ആ സീക്വൻസ് എന്തോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് രവി സാർ എന്നുള്ള ഇമേജ് പെട്ടെന്ന് അടിക്കണേ. പുള്ളി മലയാളത്തിൽ ഒന്നിനും കുറച്ചു കാലം ആയല്ലോ, മായാനദിയിലെ ഒറ്റൊരു സീനിലെ അപ്പിയർ ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ആൾക്കൊരു ചാമുണ്ട്, ഒരു ഗ്രേസ് ഉണ്ട്, മറ്റേ വേറൊരു രീതിയിലുള്ളൊരു ഇമേജ് ഉള്ള ഒരാളല്ല അധികം, അല്ലേ? അതുകൊണ്ട് പുള്ളിക്ക് വേറെ പേരാണ് കക്ക രവി. അപ്പോൾ അങ്ങനെയാണ് ആ കാസ്റ്റിങ്ങിലേക്ക് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ എല്ലാ കാസ്റ്റിങ്ങിലും നമ്മൾ അതിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര എന്താണ് കൈൻഡ് ഓഫ് ഒരു പോസിറ്റിവിറ്റി തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഫേസുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അതെ കൃത്യമായിട്ട് അതിന് എങ്ങനെയാണ് എന്താണ് ഈ പോസിറ്റിവിറ്റിയുടെ ലക്ഷണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞൂടാ. പക്ഷെ നമുക്ക് ചില ആൾക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ബ്രൈറ്റപ്പ് ആവുമല്ലോ, നമ്മുടെ മനസ്സിലൊരു ലൈറ്റ് വരുമല്ലോ. അങ്ങനെ ആലോചിക്കുമ്പോൾ വന്ന കാസ്റ്റിംഗ് ആണ് രവി സാറിന്റെ, നിഷാന്റെ, ഒട്ടുമിക്ക ആൾക്കാരുടെയും പറഞ്ഞ പോലെ. നിഷാൻ എങ്ങനെയാണ് അത്? നിഷാന്റെ തോട്ടും മകൻ കുറെ നാളായി ഋതു കഴിഞ്ഞിട്ട് അപൂർവരാഗം കഴിഞ്ഞിട്ട് ഇവർ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളത് അത് ഭയങ്കര ഒരു സ്പെഷ്യൽ റോളിൽ കൊണ്ടുവന്നേക്കുന്നു. അദ്ദേഹം എങ്ങനെയാണ് ഒരു തോട്ട് വന്നതും പുള്ളിയുടെ റിസപ്ഷൻ എങ്ങനെയായിരുന്നു? ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ആ കാസ്റ്റിംഗിൽ. അപ്പോഴും നമുക്ക് ഈ കാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പല ഓപ്ഷനുകൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അടുത്തൊരു 4 ദിവസത്തിനുള്ളിൽ ആ പറഞ്ഞ ക്യാരക്ടറിൻ്റെ സീനിലേക്ക് കയറിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലേ നമ്മുടെ ചാർട്ട്. അപ്പോൾ ആ കാസ്റ്റിംഗ് ഉടനെ ഡിസൈഡ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ വന്നു. എഗെയിൻ ഈ പറഞ്ഞ ആരാണ് ഒരു ചാമിങ് പോസിറ്റീവ്. സാധാരണ ടിപ്പിക്കലി ഈ സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ ഈ ഒരു
കൈൻഡ് ഓഫ് പേർപ്പസിന് വരുന്ന ക്യാരക്ടേഴ്സ് കുറച്ചും കൂടെ ഷാർപ്പ് ലുക്കിങ്, കുറച്ചും കൂടെ മേ ബി കുറച്ചുകൂടെ റൂഡായിരിക്കാം, അല്ലെങ്കിൽ എന്തോ ഒരു അതിനൊരു സ്റ്റീരിയോ ടൈപ്പ് പല പടങ്ങളിലും ഫോളോ ചെയ്ത് വരുന്നതായിട്ട് കാണാറുണ്ട്. അത് സ്റ്റീരിയോ ടൈപ്പ് ഫോളോ ചെയ്യാത്ത പടങ്ങളും ഉണ്ട് കേട്ടോ. എന്നാലും അങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ അതൊന്നും അല്ലാത്തൊരാൾ വേണം തോന്നി. എനിക്കാണെങ്കിൽ ഈ ഋതു എന്ന് പറഞ്ഞ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇറങ്ങിയ കാലം തൊട്ട് അഡിക്റ്റാണ്. ഇപ്പോഴും റെഗുലർ ഇൻ്റർവെൽസിന് പെട്ടെന്നൊന്ന് ഒരു ശാന്തി സമാധാനം വേണം തോന്നിക്കഴിഞ്ഞാൽ ഋതുവിൻ്റെ കുറച്ച് സീൻസൊക്കെ എടുത്ത് കാണും. അതിൻ്റെ മ്യൂസിക് സ്കോറൊക്കെ ഭയങ്കര രസമാണ്. അപ്പം അങ്ങനെ ഋതു കണ്ട് നിഷാൻ്റെ അടുത്തൊരു എന്തോ ഒരു താല്പര്യമുണ്ട് അയാളുടെ വൈബിനോട്. അപ്പം അങ്ങനെ ആലോചിച്ചപ്പോൾ നിഞ്ചോടെ ഇങ്ങനെ നിഷാൻ എന്ന് പറഞ്ഞ ആളുടെ നല്ല നിഷാൻ അയാൾ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിൽ ആലോചിച്ചു. അപ്പോൾ നിഞ്ചോട്ടം തോന്നി ശരിയാണ്, അവനാകുമ്പോൾ ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ടാകും, കുറേ കാലമായി ഇവിടെ കണ്ടിട്ട്. പിന്നെ ഈ പറഞ്ഞ ഒരു ആസിക്കയുടെ കൂടെ എത്രയോ കാലങ്ങൾക്ക് അന്ന് ആസിക്കയുടെ കൂടെ എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ ഐഡന്റിറ്റി തന്നെ. അപ്പൊ ആ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു കൗതുകം ഉണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അത് ആൾക്കാർക്കും കിട്ടുമായിരിക്കും. ദിഞ്ചുവട്ടം അത് കൃത്യമായിട്ട് അങ്ങനെ റെസ്റ്റോണേറ്റ് ചെയ്തു. ആസിക എടുത്ത് സംസാരിച്ചപ്പോൾ ആസിക ഫുൾ ഡബിൾ ഹാപ്പി, ആളെ അടിപൊളി. അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴും റെഗുലർ ഇന്റർവ്യൂസിലൊക്കെ അവരെ ടെക്സ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അവനും ഈ പറഞ്ഞൊരു നിഷാൻ വാസ് ലോങ്ങിങ് ടു കം ബാക്ക് ടു മലയാളം എന്നുള്ള രീതിയിൽ ആസിക്കയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെയിറ്റിംഗ് ഫോർ എ റൈറ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ. അപ്പോൾ മേ ബി ദിസ് വാസ് എ റൈറ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് നമുക്കും തോന്നി, പുള്ളിക്കും തോന്നി കേട്ടോ. നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമില്ലല്ലോ. പുള്ളി വെച്ചപ്പോൾ ഹി വാസ് ഓൾസോ ഇൻട്രസ്റ്റഡ്. ഓക്കെ. ഇതിന്റെ വേൾഡ് ബിൽഡിങ്ങിന്റെ മറ്റൊരു ഭാഗമാണല്ലോ ഇതിന്റെ സൗണ്ട് സ്കേപ്പ് എന്ന് പറയുന്നതും. ആ ഒരു വേൾഡിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ തന്നെ അതിന്റെ മ്യൂസിക്കും ആയാലും അതിന്റെ സൗണ്ടും ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ള സൗണ്ടുകൾ നമ്മളെ വല്ലാതെ അതിനകത്തോട്ട് ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തതും അതിൻ്റെ സൗണ്ട് മ്യൂസിക്കും ഇപ്പോൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, മുജീബിൻ്റെ മ്യൂസിക്കും. അപ്പോൾ ഈ ഒരു സൗണ്ട് സ്കേപ്പ് ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു? അതന്നെ സൗണ്ട് ഡിസൈൻ ചെയ്ത് രഞ്ജു മാത്യു എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ മെയിനായിട്ട് എനിക്ക് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് എനിക്ക് മസ്റ്റായിട്ട് വേണമെന്ന് ഞാൻ ആ സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല, അതിൻ്റെ സൗണ്ട്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ കഴിഞ്ഞപ്പോൾ മഴേൻ്റെ സീസൺ കുറച്ച് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒരു വർഷത്തോളം എടുത്തു. ഇത് ഓരോ കാരണങ്ങൾ കൊണ്ട് കുറച്ച് ഡിലേ ആയിട്ട് ഇങ്ങനെ പോയി. അപ്പോൾ ലാസ്റ്റ് ടൈമിന് ഞാൻ പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ എനിക്ക് ഇത് തന്നെ വേണമെന്നുള്ള എന്താ പറഞ്ഞാൽ അവിടെ നിന്ന് മൈന്യൂട്ടായിട്ടുള്ള ഡിഫറെൻറ്റ് സൗണ്ട്സ് ഉണ്ട്. ലൈക്ക് അവിടുത്തെ ജീവികളുടെ ഓരോ ഈവൻ മയിലിൻ്റെ സൗണ്ട് ഉണ്ട്. അങ്ങനെ പല സാധനങ്ങളും അവിടെ ആ ഏരിയയിലുണ്ട്. അതെനിക്ക് ധോണി പോയാലും കിട്ടിയിട്ടില്ല. ധോണിയിൽ ടോട്ടലി ഡിഫറെൻറ്റ് സൗണ്ട് സ്കേപ്പ് ആയിരുന്നു. അപ്പോൾ ഇത് ഓരോ സ്ഥലത്തും ഓരോ ഡിഫറെൻറ്റാണ്. അപ്പോൾ നമുക്ക് കിട്ടിയൊരു ഫീൽ തന്നെ കിട്ടണം എന്നുള്ള ഒരു വാശിയുണ്ടായിരുന്നു. അത് പിന്നെയും രഞ്ജുവിനെ കൊണ്ട് അവിടെ തന്നെ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യിപ്പിച്ചിട്ടാണ് ആ ഒരു ഫീല് കൊണ്ടുവന്നത്. പിന്നെ മുജീബ് അതിൻ്റെ മേലെ മ്യൂസിക്കും ചെയ്തു, ഒരു ആംബിയൻറ്റ് സൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തെന്നുള്ളതാണ്. ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് ആ ഒരു എന്താ ഹൈ എന്ന് പറയണോ അതോ എന്തോ ഒരു ഫീലിലേക്ക് നമ്മൾ എത്തിക്കുന്നു. ഇതിലൊരു പർട്ടിക്കുലർ പോയിന്റിൽ വരുന്ന ഒരു ഡ്രീം സീക്വൻസ് നമ്മളെ വല്ലാത്തൊരു രീതിയിൽ ഒരു ഹോണ്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ്. ഭയങ്കര ഇൻട്രീഗിങ് ആയിട്ടുള്ളൊരു സീക്വൻസ് ആയിരുന്നു. അതിൻ്റെ പിന്നിലുള്ളൊരു തോട്ടോ അത് എങ്ങനെയാണ് ആ ഒരു പോയിന്റിൽ ആ ഒരു ഡ്രീം സീക്വൻസ് പ്ലേസ് ചെയ്യാന്നുള്ളൊരു തീരുമാനം? സെക്കൻഡ് ഹാഫ് തുടങ്ങണപ്പോൾ ആദ്യത്തെ ഇനീഷ്യൽ ഒരു 2-3 സീൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നരേറ്റീവിനെ ഒന്ന് ആസിക്കയുടെ പെർസ്പെക്റ്റീവിലേക്ക് ഒന്ന് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ഒരു നെസസിറ്റി. നമ്മൾ അല്ലേ കണ്ടവർക്ക് അറിയാം, ആദ്യത്തെ 3 സീക്വൻസിൻ്റെ ആരുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് അല്ലെങ്കിൽ എന്ത് മാറ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് മാറിയിട്ട് ആസിക്കയുടെ ഒരു പേഴ്സണൽ മൈൻഡ് സ്പേസിലേക്ക് നരേറ്റീവ് തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു മാർഗം എന്നുള്ള രീതിയിലാണ് ഡ്രീം സീക്വൻസ് ആലോചിച്ചത്. സോ ആ ഡ്രീം അത് കഴിയുന്നതോടുകൂടി ആസിക്കയുടെ തോട്ട് പ്രോസസ്സ് എന്തായിരിക്കും, അയാളുടെ കൺസേണുകളിലേക്ക് പ്രേക്ഷകനെ ഒന്ന് എത്തിക്കുക. അതിനുശേഷം ഇട്ട് കൊടുക്കുക. അതെ. അപ്പോൾ അതിനുശേഷം ഫോളോഡ് ബൈ ആ ഡ്രീം സീക്വൻസിന്റെ ഹാങ് ഓവറിൽ നിൽക്കുന്ന സമയത്താണ് യാദൃശ്യമായിട്ട് കാട്ടിൽ വെച്ചിട്ട് അപ്പോൾ അച്ഛനെ വേറൊരു സാഹചര്യത്തിൽ കാണുകയും പിന്നെ ഒപ്പത്തിൽ കാറൊക്കെ ഒരു കളി കളിച്ച് നോക്കാന്നുള്ള രീതിയിൽ അച്ഛനെ ഒഫൻഡ് ചെയ്യാതെ തന്നെ വെറുതെ ഒന്ന് സംസാരിച്ച് നോക്കാന്നുള്ള രീതിയിൽ അച്ഛനെ കാറ് കയറ്റിയും ഒരു അവർ തമ്മിലൊരു ഇൻട്രാക്ഷൻ നടക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതായിരുന്നു ഡ്രീം സീക്വൻസിന്റെ പേർപ്പസ്. ഞാൻ ആക്ച്വലി സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അവിടെ ഡ്രീം സീക്വൻസ് എന്ന് മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. ഡ്രീം സീക്വൻസ് കണ്ടന്റ് എന്ന് എഴുതി വെച്ചില്ല, പക്ഷെ അതിന്റെ നീഡ് എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു അർത്ഥം വരുന്നതായിരിക്കണം എന്നുള്ളത് നമുക്ക് ആവശ്യമുള്ള ഒരു മീനിങ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ അത് അവിടെ വെച്ചിട്ട് ബാക്കിയിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ലേറ്റർ ആ സ്ക്രിപ്റ്റ് വേർഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആണ് ഞാൻ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി വൈഫിൻ്റെ അടുത്ത് ചിഞ്ചുവിൻ്റെ അടുത്ത് അവളും വായിച്ചിട്ടുണ്ടായിരുന്നു സ്ക്രിപ്റ്റ്. വായിച്ചു കഴിഞ്ഞിട്ട് ആ ഡ്രീം സീക്വൻസിൽ നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ
എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയൂ, ഞാനും ആലോചിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നീ പറയുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ പറഞ്ഞതാണ് ആ സ്പൈറൽ സ്റ്റെയർ കേസ്, നെവർ എൻഡിങ് സ്റ്റെയർ കേസിൻ്റെ തോട്ട് അവളുടെ ആയിരുന്നു. അവൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് അവൾ തന്നെ പറഞ്ഞു, ഇങ്ങനെ പോകുന്നു, അതിനിടയിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ടാവും, ഇങ്ങനെ കേൾക്കുന്നില്ല, അപ്പം മുകളിൽ ഒരാൾ ഇങ്ങനെ ചിരിക്കുന്നു എന്ന് പറയുന്ന എ ടു സെഡ് ആ സീനിൻ്റെ അവൾ ലിറ്ററലി അവൾ എഴുതിയില്ല എന്നുള്ളൂ, പക്ഷേ എ ടു സെഡ് കണ്ടന്റ് അവൾ വിർച്വലി എഴുതിയത് ചിഞ്ചുവാണ്. യെസ്. അതേപോലെ ഇതിന്റെ എൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ സീക്വൻസ് ടുവേഴ്സ് ദി എൻഡ്, അത് പല രീതിയിലും ഓപ്പൺ ടു ഇന്റർപ്രിട്ടേഷൻസ് ആയിരിക്കാം. ഓരോരുത്തരും അതിൽ നിന്ന് ഒരുപാട് റീഡിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പം അത് അങ്ങനെ പർപ്പസ്ഫുള്ളി ചെയ്തതാണോ, അതോ നിങ്ങളുടെ മനസ്സിൽ അതിനൊരു പ്രോപ്പർ ക്ലോഷർ ഉണ്ടോ, അതോ ഇങ്ങനെ ക്ലോഷർ ഇല്ല, ചില സാധനങ്ങൾ നമുക്ക് ഓഡിയൻസിന് ഇട്ട് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു? ഈ ഇന്റർപ്രിട്ടേഷൻസിന് സ്പേസ് കൊടുത്തിട്ട് അവസാനിപ്പിക്കുന്ന ഏത് തരം വർക്കുകളും പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ബുക്സ്, നോവൽ, എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ സിനിമയാണെങ്കിലും. അപ്പം നമുക്ക് കുറച്ച് ആലോചിക്കാൻ ഒരു സ്പേസ് തരിക എന്നുള്ള സംഗതിയാണ്. ഇല്ലെങ്കിലും വെച്ചാൽ നമ്മളത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് മറക്കും, അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് വിടും. നമ്മളിപ്പോൾ ഒരു പുസ്തകം പോലും നമ്മളൊരു 250 അല്ലെങ്കിൽ 300 റുപ്പീസ് മുടക്കിയിട്ട് ഒരു ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരു മിനിമം ഒരു 2-3 തവണയെങ്കിലും നമുക്കത് വായിക്കാൻ തോന്നുകയും, അല്ലെങ്കിൽ ഓരോ തവണ വായിക്കുമ്പോഴും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കണ്ടന്റ് നമ്മൾ മെന്റലി ഒന്ന് എൻഗേജ് ആക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാനോ ഒക്കെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള അത്തരം ബുക്കുകൾ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. റാദർ ദാൻ എ ടു സെഡ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ് എൻ്റെ 300 രൂപയ്ക്ക് അയ്യോ തീർന്നു പോയി എന്ന് പറഞ്ഞൊരു സങ്കടം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ MP നാരായണപിള്ളയുടെ പരിണാമമൊക്കെ പറഞ്ഞ പോലെ എത്ര 500 രൂപയ്ക്ക് എങ്ങാണ്ട് വാങ്ങിയൊരു ബുക്കാണ്. പക്ഷെ ഞാനതൊരു 1.5 ലക്ഷം രൂപയുടെ മുതലാക്കൽ ഞാനത് മുതലാക്കിയിട്ടുണ്ട്. ഇപ്പോഴും മുതലാക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു 10 ലക്ഷം രൂപയുടെങ്കിലും ഒരു മുതലാക്കൽ ഞാൻ പരിണാമം കൊണ്ട് മുതലാക്കും. അത്രയധികം ഞാൻ തവണ അത് വായിക്കുന്നുണ്ട്. ഓരോ തവണ വായിക്കുമ്പോഴും അതിൽ നിന്ന് പുതിയ ഇന്റർപ്രിട്ടേഷൻസ് വരുന്നുണ്ട്, ഓരോ ലേയേഴ്സ് കിട്ടുന്നുണ്ട്. തൊട്ട് മുന്നത്തെ തവണ ശ്രദ്ധിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. നമ്മൾ പ്രസ്റ്റീജ് സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാറില്ല. ഓരോ തവണ കാണുമ്പോഴും നമ്മൾ അതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു ഒരു പരിപാടി അതിൽ നിന്ന് കിട്ടും. ഇത് പറഞ്ഞ പോലെയാണ് MP നാരായണപിള്ളയുടെ പരിണാമം നോവല്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് തരം അറിവുള്ള ആൾക്കാർക്കും എത്രമാത്രം അറിവ് കുറവുള്ള ആൾക്കാർക്കും അത് വായിച്ചു കഴിഞ്ഞാൽ അവരവർക്ക് ആവശ്യമായ രീതിയിലുള്ള ഒരു എൻജോയ്മെന്റ് അതിൽ നിന്ന് ടേക്ക് അവേ കിട്ടും. ഇപ്പം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് 70s കേരള പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ, അന്നത്തെ CID കൾച്ചർ ഉണ്ടായിരുന്നല്ലോ. അന്നത്തെ അടിയന്തരാവസ്ഥ കാലത്തുള്ള ഒരു CID ട്രെൻഡ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. വേറെ കുറേ നക്സൽ ഇഷ്യൂസ്, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ സമയത്തുള്ള ഒരുപാട് പൊളിറ്റിക്കൽ ഇൻസിഡൻസും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ പക്ഷേ ഈ പരിണാമം മൊത്തം ഞാനൊരു ക്രൈം ത്രില്ലർ വായിക്കണ, ഫിക്ഷൻ വായിക്കണ രീതിയിലാണ് ഞാൻ മൊത്തം വായിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സീരിയസ് സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര ആസ്വദിച്ചു. കുറേ കൊല്ലം മുന്നേറ്റത്തെ കാര്യങ്ങളുണ്ട്, വായിച്ചു. എന്നിട്ട് ഞാൻ അച്ഛനോട് തോന്നുന്നു, അച്ഛൻ ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോ? ഇല്ല, അത് വായിച്ചു, കിടിലം ബുക്കാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ഛന് വായിക്കാൻ കൊടുത്തു. അപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് അച്ഛൻ ലിവിങ് റൂമിൽ ഇരുന്നിട്ട് തന്നെ വായിക്കണേ. അച്ഛനുണ്ട് ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചിരിക്കുന്നു. പല ഘട്ടങ്ങളുണ്ട്, ചിരിക്കുന്നുണ്ട്, ഭയങ്കര ആസ്വദിച്ച് ചിരിക്കുന്നുണ്ട് പല പേരും. ഞാൻ ആലോചിക്കണം, ഞാൻ ഭയങ്കര ഡാർക്ക് ത്രില്ലറായിട്ട് ഞാൻ വായിച്ചിരുന്നൊരു ബുക്ക് അച്ഛൻ എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞപ്പോൾ അതിൽ ഒത്തിരി കാര്യങ്ങൾ ബ്ലാക്ക് ഹ്യൂമേഴ്സും സർക്കാസങ്ങളും ഉണ്ട്. അത് അന്നത്തെ കാലത്തെ അതിലത്തെ ഓരോ ചാപ്റ്ററും പല ആൾക്കാരുടെ ഡയലോഗ്സ് ഒക്കെ ഇത് ഇന്നതുകൊണ്ടാണ്, ഇന്ന ലീഡർ, ഇന്ന മുഖ്യമന്ത്രിയുടെ ഇങ്ങനെ ഒരു കാര്യത്തെ കളിയാക്കിക്കൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ എഴുതിയേക്കണെന്നുള്ളതൊക്കെ എണ്ണിപ്പറഞ്ഞ് അച്ഛൻ ഓരോന്ന് പറഞ്ഞു തന്നപ്പോഴാണ് അപ്പൊ ഞാൻ വായിച്ച പോലെ അല്ലേ ഇത്. ബട്ട് അഗെയിൻ അത് ഈ പറഞ്ഞില്ല, അത് അറിയുന്ന ഒരാൾക്ക് അത് അറിഞ്ഞ് ആ രീതിയിൽ ആസ്വദിക്കാം, അത് അറിയാത്ത ഒരാൾക്ക് വേറൊരു രീതിയിൽ ആസ്വദിക്കാം. വൺസ് അതൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ വായിക്കുമ്പോൾ എനിക്ക് കിട്ടിയത് വേറെ പുതിയൊരു റീഡിങ് ആണ്. അപ്പോൾ അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഇന്റർപ്രിട്ടേഷന് സ്കോപ്പ് കൊടുക്കുന്ന വോയിഡുകളുള്ള ഭാഗങ്ങൾ വായിക്കാനും സിനിമ കാണാനൊക്കെ താല്പര്യമാണ്. ആ താല്പര്യമൊക്കെ ഏതെങ്കിലും രീതിയിൽ എനിക്ക് റിഫ്ലക്ട് ചെയ്തതിന്റെ ആയിരിക്കാം. പക്ഷെ പർപ്പസ്ഫുള്ളി അങ്ങനെ ഒരു സ്പേസ് കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല, അങ്ങനെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ, അതോ വന്നതാണോ സ്ക്രിപ്റ്റിൽ? ഇങ്ങനെ പോകുമ്പോ ഇത് ഇത്ര മതി അങ്ങനെ, കാരണം പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അതിന് പ്രോപ്പർ ഒരു ക്ലോഷർ ഉണ്ട്, സിനിമയ്ക്കുണ്ട്. പക്ഷെ എന്നാ ഒന്ന് ഡീപ്പായിട്ട് ചിന്തിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ അൺറിലയബിൾ നരേറ്റീവ് എന്ന് പറയുന്ന ഒരു അതിന്റെ ഒരു ഘടകങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ട, നമുക്ക് ക്ലോഷർ ആയിട്ട് തന്നെ വേണമെന്നുള്ളവർക്ക് അതിൽ അങ്ങനെ ചിന്തിച്ച് ആശ്വസിക്കാൻ അങ്ങനെയും വേണമെങ്കിൽ ആശ്വസിക്കാം. ബാഹുലിന്റെ അടുത്ത ഒരു സ്ക്രിപ്റ്റും കൂടെ ഇപ്പോൾ പുറത്തു വരാനിരിക്കുന്നുണ്ട്, കേരള ക്രൈം ഫയൽസിന്റെ സീസൺ 2. അത് വായിച്ചു എന്ന് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് തന്നെ അതും വളരെ അതൊരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റായിട്ട് തോന്നി. അപ്പോൾ അതിന്റെ ഒരു വിശേഷങ്ങൾ എന്താണ്? അത് ഇത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് അതിന്റെ ഒരു എഴുത്തിലേക്ക് കടന്നതും? അതിന്റെ എഴുത്തിലേക്ക് കടന്നത് ഈ കിഷ്കിന്ധകാണ്ഡത്തിന്റെ ഷൂട്ട് കഴിയുന്ന ദിവസമാണ് അഹമ്മദ് എന്നെ വിളിക്കുന്നത്. അഹമ്മദ് വിളിച്ചിട്ട്, എടാ കേരള KCF-ന്റെ 2nd സീസൺ ഗ്രീൻ ലിറ്റ് ആയിട്ടുണ്ട്, അപ്പോൾ
നിനക്ക് ഇൻട്രസ്റ്റഡ് ആണോ, നമുക്ക് ഒരുമിച്ച് ചെയ്താലോ. ഞങ്ങൾ സിനിമാറ്റോഗ്രാഫർ ആയിട്ട് വിളിക്കുകയാണ്. അല്ലല്ല റൈറ്റർ. ശരി. അപ്പോൾ ഞങ്ങൾ പണ്ട് തൊട്ടേ നല്ല സുഹൃത്തുക്കളാണ് ആ ടീമിലുള്ള എല്ലാവരും. അതിൻ്റെ ക്യാമറ DOP സ്റ്റാൻസ്, അഹമ്മദ്ക്കയുടെ പേഴ്സണൽ DOP ആയിട്ടുള്ള സ്റ്റാൻസ് ഒക്കെ എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ എൻ്റെ സീനിയർ ആയിരുന്നു പുള്ളി. അപ്പോൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അഹമ്മദ്ക്കായിട്ട് നല്ല അടുപ്പമാണ്. അപ്പോൾ ഈ പറഞ്ഞൊരു ആ ഒരു സമയം വന്നപ്പോൾ അഹമ്മദ്ക്ക് ഇങ്ങനെ ചോദിച്ചു, നിനക്ക് ഇൻട്രസ്റ്റഡ് ആണോ, അങ്ങനെ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ താല്പര്യമുണ്ടോ, പിടിച്ചാലോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു അഹമ്മദ്ക്ക് ആ ഉറപ്പ്, നിങ്ങൾ എന്ത് പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാലും ഞാൻ റെഡി, നിങ്ങൾ വിളിക്കേണ്ട താമസം ഞാൻ എത്തിയിരിക്കും, എന്നെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം ഞാൻ ചങ്ക് പറിച്ചു തരും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഓക്കെ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്, ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് എറണാകുളത്ത് ഒന്ന് മീറ്റ് ചെയ്യാം, എങ്ങനെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ വന്ന് പ്ലാൻ ചെയ്തു, മീറ്റ് ചെയ്തു. അപ്പോൾ എന്ത് തരം കഥയായിരിക്കണം എന്നുള്ള രീതിയിലൊന്നും അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. എല്ലാ ഓപ്ഷനും ഉണ്ടായിരുന്നു. ഒന്നുകിൽ ആബ്സല്യൂട്ട്ലി പുതിയൊരു ഫിക്ഷൻ കഥ ഉണ്ടാക്കാം, അതല്ല ഇനി ഏതെങ്കിലും ആക്ച്വൽ ഇൻസിഡൻസിൻ്റെ ഏതെങ്കിലും ഒരു കേസ്, പോലീസ് കേസ്. അവർ ഫസ്റ്റ് സീസൺ അങ്ങനെയായിരുന്നല്ലോ ചെയ്തത്, ഞാനല്ല ഫസ്റ്റ് സീസൺ എഴുതിയത്, ഒരു ആക്ച്വൽ കേസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കേസ് കണ്ടുപിടിച്ചിട്ട് അതിൽ വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്ത് നോക്കാം എന്നുള്ള പറഞ്ഞു. ഇനി ഇതല്ല നിനക്ക് വേറെ ഒറിജിനലായിട്ട് നിനക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം, നീ ഫുൾ ഫ്രീഡം എടുത്തോ എന്നുള്ള പറഞ്ഞു. ഇത് വാർത്ത എന്നുള്ള രീതിയിലൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നീ ഫ്രഷ് ആയിട്ട് ആലോചിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെ ഫുൾ ഫ്രീഡം ഉണ്ടെങ്കിൽ ഓക്കെ ഞാനൊന്ന് ആലോചിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇതിലേക്ക് ഉണ്ടാകുന്നത്. പിന്നെ അതിൻ്റെ എഴുത്ത് കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞു. ട്രിവാൻഡ്രത്തായിരുന്നു കൂടുതൽ ഷൂട്ട്. KCF 1 ഉണ്ടായിരുന്ന എല്ലാ നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്ന എല്ലാ മെയിൻ ക്യാരക്ടേഴ്സും KCF 2 വരുന്നുണ്ട്. പിന്നെ അഡീഷണലി കുറച്ചും കൂടി നമ്മുടെ ആൾക്കാർക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന രണ്ട് മൂന്നല്ല കുറച്ചധികം ആർട്ടിസ്റ്റുകളും കൂടി KCF 2 ഭാഗമാകുന്നുണ്ട്. യെസ്, അതിൻ്റെ ഫൈനൽ മിക്സ് ഒക്കെ ഇതിൻ്റെ അവസാന സ്റ്റേജിലേക്ക് എത്തുന്നു, ഓഡിയോ ഫൈനൽ മിക്സിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ മാസത്തോടുകൂടി ഞങ്ങളുടെ ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ഹോട്ട്സ്റ്റാറിന് ഹാൻഡ് ഓവർ ചെയ്യും. പിന്നെ സ്ട്രീമിംഗ് എന്നാണെന്നത് ക്ലിയർ ആയിട്ടില്ല, അതിൻ്റെ ഈ ഇയർ എൻഡിങ്ങിന് മുന്നേ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. രഞ്ജിത്ത് ഇപ്പോൾ വളരെയധികം ഒരു ഹൈയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഇപ്പോഴും അതിൻ്റെ അപ്രീസിയേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു ഫീഡ്ബാക്ക് എവിടെ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ ആരുടെയിൽ നിന്നാണ് വന്നത്? കുറേ വന്നിട്ടുണ്ട്, കുറേ ആൾക്കാർ. പക്ഷേ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വിളിച്ചിട്ട് കരഞ്ഞതാണ്. കരഞ്ഞിട്ട് എന്താ പറയുക, ഞാൻ മനസ്സിലാക്കുന്നത് ഈ പടം കണ്ടിട്ട് എല്ലാവരും പറയുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അവർക്ക് എണീക്കാൻ പറ്റുന്നില്ല, സീറ്റിൽ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല, അവർക്ക് ഒരു വലിയൊരു ഭാരമുണ്ട്. ആ ഭാരം എങ്ങനെയെങ്കിലും അവർ പുറത്ത് വിടണം. അത് നമ്മളെടുക്കുകയാണ്, മീൻസ് ഈ ക്രിയേറ്റീവ് നമ്മളെ മേക്കേഴ്സിൻ്റെ അടുക്കുകയാണ് പറയേണ്ടത്. അപ്പോൾ മേക്കേഴ്സിനെ കിട്ടിയിട്ടില്ലെങ്കിൽ അവർ മേക്കേഴ്സിനെ റിലേറ്റഡ് ആയിട്ടുള്ള ആരാ അടുത്തുള്ളത് അവരോട് പറയുക. ഇപ്പോൾ അതിൽ ഉൾപ്പെട്ട ആളാണ് ബാഹുലിൻ്റെ ബ്രദർ ബിനോയ് രവീന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു മൂപ്പര് പയ്യന്നൂരിൽ നിന്ന് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരോ പറഞ്ഞു ഇത് ബാഹുലിൻ്റെ ബ്രദറാണ്. പിന്നെ ഇവർ കഴിഞ്ഞിട്ട് ബാഹുലിൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പോയിട്ട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ എൻ്റെ വൈഫ് എന്നെ ഇപ്പം കോൾസോട് കോളാണ് എന്ന് പറഞ്ഞാൽ എന്നെ കിട്ടാത്തപ്പോൾ അവർ വൈഫിനെ വിളിക്കുക, അല്ലെങ്കിൽ പാരൻസിനെ വിളിക്കുക, അല്ലെങ്കിൽ നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള ആരെ വിളിക്കുക. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ഭയങ്കര ഇൻഡസ്ട്രിയിൽ നിന്നും വളരെയധികം ഒരുപാട് പേര് വിളിച്ചു. ഇൻഡസ്ട്രിയിലെ കുറേ പേര്, അത് പേര് പറഞ്ഞാൽ പോലും അത്രയും പേരുണ്ട്. അതും എല്ലാവരും ആ ലെവൽ ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ഡയറക്ടേഴ്സ് ആയാലും പ്രൊഡ്യൂസേഴ്സ് ആയാലും വിളിച്ചിട്ട് നമ്മളോട് അതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. എന്താണ് ഇനി അടുത്ത രഞ്ജിത്തിന്റെ പ്ലാൻസ് എന്തൊക്കെയാണ്? ഏതാണ് ഇനിയൊരു അടുത്ത സ്പേസ്? ഇപ്പോൾ കക്ഷണിയമ്പിള വേറൊരു ജോണറായിരുന്നു, ഇത് വേറൊരു ജോണറാണ്. ഇനി ഏത് ജോണറാണ് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്? അല്ല, എനിക്ക് അങ്ങനെ ജോണർ ഈ ജോണർ ചെയ്യണം ആ ജോണർ ചെയ്യണം എന്നില്ല. എന്നെ എക്സൈറ്റ്മെന്റ് ആക്കുന്ന ഏത് ജോണറായാലും ഞാൻ ചെയ്യാന്നുള്ളത്. അത് ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുക. അങ്ങനത്തെ ഒരു കണ്ടന്റ് ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ എത്ര വെയിറ്റ് ചെയ്താലും പ്രശ്നമില്ല, ഞാൻ ചെയ്യില്ല. അതാണ് ഇപ്പൊ അങ്ങനെ ഒരു കണ്ടന്റ് കണ്ടെത്തിയിട്ടുള്ള അതിനുള്ളൊരു വെയിറ്റിംഗ്. നമ്മൾ കുറച്ച് പ്ലാൻസ് എല്ലാം ഉണ്ട്. അതെല്ലാം അതാണ് ഇതിൻ്റെല്ലാം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ പറയും ഓക്കെ നാളെ പ്രോജക്റ്റ് ആവുന്നുണ്ടെന്ന് പറഞ്ഞാൽ, പക്ഷെ ആ പ്രോജക്റ്റ് ആവുന്നില്ല. നമ്മൾ അങ്ങനെ കുറേ പ്ലാൻസ് എല്ലാം മുന്നേ ചെയ്ത ആൾക്കാരാണ് നമ്മൾ. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന സാധനമല്ല ആദ്യം ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ നാളെ ചില ദിവസം നല്ല വേറൊരു പ്രോജക്റ്റ് വരാൻ പറയുന്നേ പറ്റില്ലല്ലോ. താങ്ക് യു വെരി മച്ച്. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. ഈ സിനിമ ഇനിയും വലിയൊരു ഹൈറ്റ്സിലേക്ക്, വലിയ ഹൈറ്റ്സിലേക്ക് പോട്ടെ, കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ. അത്രയും വലിയ മലയാളം ഓർക്കുന്ന ഒരു സിനിമയെ തന്നെ എന്നും നിലനിൽക്കട്ടെ. താങ്ക് യു.